ആസിഫിക്ക ഒരു ചേട്ടന് ഒരു വണ്ടി കൊണ്ട് ഇടിച്ച കഥയൊക്കെ കേട്ടല്ലോ, എന്താ ചേട്ടാ? ഒന്നുമില്ല, അത് ഇവിടെ ആദ്യത്തെ പ്രളയം നടക്കുന്ന സമയം, ഞങ്ങൾ വിജയ് സൂപ്പറും പൗർണമിയുടെ സമയത്താണ് ആ പ്രളയം നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പടം ബ്രേക്ക് ചെയ്തു. എല്ലാവരും മറ്റേ ആളുകളെ രക്ഷിക്കാനും അല്ലെങ്കിൽ ബ്രെഡ് വിതരണം ചെയ്യാനൊക്കെ നടക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇറങ്ങി. അപ്പോൾ ഞാൻ ഇറങ്ങിയപ്പോൾ ആസിഫ് എന്ത് ചോദിച്ചു, എൻ്റെ വണ്ടി കുറച്ച് ഹൈറ്റുള്ള വണ്ടിയാണ്, അപ്പോൾ എടോ തന്റെ വണ്ടി എനിക്ക് തരാമോ എന്ന് ചോദിച്ചു. വണ്ടിയിലാണ് വന്നിരിക്കുന്നത്. അതേ വണ്ടിയിലാണ് C5445 അല്ലേ? അതെ അതെ, ഒന്നുകൂടെ നോക്കുന്നേ, ഉറപ്പില്ലേ? C5 അല്ലെന്നുള്ളത് നോക്കിയതാണ്, CC ആണ്. അത് ഏത് ആംഗിളാണ് C5 എന്നുള്ളത് ഞാൻ നോക്കിയത്. അല്ല, അത് ഞാൻ വേറൊരു ഇന്റർവ്യൂ CC5445 ആണ്. അപ്പോൾ അത് കൊണ്ടുപോയി കഴിഞ്ഞ് ആസിഫാണെങ്കിൽ ഏറ്റവും മനോഹരമായിട്ട് വണ്ടി ഉപയോഗിക്കുന്ന ആളാണ്, ഭയങ്കര സൂക്ഷിച്ചും കണ്ടു. ഉച്ചയൊക്കെ ആയപ്പോൾ ആസിഫ് വിളിച്ചു, ആസിഫിന്റെ വൈഫാണ് ആദ്യം വിളിക്കുന്നത്. സമ വിളിച്ചിട്ട് ഈ ഉച്ചായം ഭയങ്കര പ്രശ്നം, എന്ത് പറ്റി, വണ്ടി എവിടെയോ തട്ടി. അപ്പൊ ഞാൻ വിളിച്ച് തീർന്നു, ഇവൻ ഇത്രയും ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ വണ്ടി തകർന്ന് തരിപ്പണായിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ഞാൻ അപ്പത്തിന് ആസിഫിനെ വിളിച്ചു. അപ്പൊ അവൻ ആകെ വിഷമം, ഒന്നുമില്ല, ഡിക്കി ഫുൾ അകത്തേക്ക് പോയി ചില്ല് പൊട്ടിച്ച്. ഒരാള് ഇവൻ ഏതോ ഒരു ക്യാമ്പിൽ ചെന്നപ്പോ ഒരു കൈ എന്തോ മുറിഞ്ഞിട്ടുള്ള ഒരാളെ വണ്ടിയിലേക്ക് കയറ്റി. അവിടെ റിവേഴ്സ് എടുക്കുമ്പോൾ ഈ ചോര കണ്ടതോടെ പുള്ളി പാനിക്കായി. ഇവർ ഈ ഷൂട്ടിങ്ങിൽ അഭിനയിക്കുമ്പോൾ മറ്റേ കളർ ചോര മാത്രമല്ല കണ്ടിട്ടുള്ളൂ, ഒറിജിനൽ ചോര കണ്ടപ്പോൾ കയ്യിൽ നിന്ന് പോയിട്ട് നേരെ പോയി. അപ്പൊ ബാക്കിൽ നിന്നൊരു പള്ളിയിൽ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നത്, പുറട്ടെ ഇങ്ങനെ പോന്ന് ഒരു മാവിന്റെ കൊമ്പില്ലേ, അതിങ്ങനെ നീണ്ടു പോണ്ടായിരുന്നു. അതെല്ലാം അടിച്ചു പൊളിച്ച് നേരെ അകത്തോട്ട് കയറി. അങ്ങനെ സംഭവിച്ചാണ്. ചേട്ടൻ എന്തോ ഒരു ഭയങ്കര കനത്ത ഒരു ഹീറോയിക് ഡയലോഗ് അടിച്ചെന്ന് കേട്ടല്ലോ. അല്ല, ഞാൻ ഹീറോയിക്കൊന്നുമല്ല ഞാൻ പറഞ്ഞത്. അത് ഞാൻ ആദ്യമായിട്ട് ഇന്നത്തെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഡബിങ് ആർട്ടിസ്റ്റ് ഉണ്ട്, പ്രവീൺ ഹരിശ്രീ. നമ്മുടെ ബാഹുബലിയിലൊക്കെ കട്ടപ്പയ്ക്ക് ഡബ് ചെയ്ത എറണാകുളത്തെ ഏറ്റവും തിരക്കുള്ള ഡബിങ് ആർട്ടിസ്റ്റാണ്. ഞാനൊക്കെ ഡബിങ്ങിൽ വരണ സമയത്ത് എന്നെയൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുള്ള ഒരു സുഹൃത്താണ്, വളരെ അടുത്ത സുഹൃത്താണ്, ഇന്നും സുഹൃത്താണ്. അവന്റെ വണ്ടി, ഞാനൊരു കാറ് വാങ്ങിക്കുന്നതിന് മുൻപ് അവനൊരു മാരുതി 800 ഉണ്ടായിരുന്നു. അപ്പൊ എവിടെയെങ്കിലും പോകണമെങ്കിൽ ആ വണ്ടി ചോദിച്ചിട്ടൊക്കെ അറിയും പോവാ. വർഷത്തിൽ ഒരു 5-10 പ്രാവശ്യമൊക്കെ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഒരു തവണ അവൻ ഈ വണ്ടി തന്നു. ഈ വണ്ടി കൊണ്ട് ഞാൻ റിവേഴ്സ് എടുക്കുമ്പോൾ ഇതേപോലെ ഒരു മതിലെ ഇപ്പോൾ ഇടിച്ച് കയറിയിട്ട് ബാക്ക് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഞാൻ പ്രവീണിനെ വിളിച്ചു പറഞ്ഞു, പ്രവീണെ വണ്ടി ഇടിച്ചു. ഇമ്മീഡിയറ്റ്ലി അയാൾ എന്നോട് ചോദിക്കുന്ന മറുപടി, എടാ നിനക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ളതാണ്. ഞാനില്ല, ഞാനങ്ങ് എൻ്റെ കംപ്ലീറ്റ് ടെൻഷൻ ഒറ്റയടിക്കിട്ട്. അതാണ് ഒരു സുഹൃത്ത് എന്ന് പറയുന്നത്. അവൻ്റെ വണ്ടി ഇടിച്ചെന്തെങ്കിലും പറ്റുമെന്നുള്ളതല്ല, നിനക്ക് എന്തെങ്കിലും പറ്റുമോ? ഞാൻ ഇല്ല, ഒന്നും പറ്റില്ല, ബാക്കിയെല്ലാം പറഞ്ഞേക്കടാ, വണ്ടി ആകുമ്പോൾ ഇടിക്കും മുട്ടും തട്ടും, അതൊന്നും പ്രശ്നമില്ല. ആ ഒരു പ്രവീണിനോട് എനിക്ക് അത്രയും സ്നേഹമുണ്ട് ഇപ്പോഴും ആലോചിക്കുമ്പോൾ. അപ്പോൾ ആസിഫിനോട് ഞാൻ പറഞ്ഞത് എൻ്റെ ഡയലോഗല്ല, പ്രവീൺ എനിക്ക് തന്ന ഡയലോഗാണ് ഞാൻ ആസിഫിനോട് പറഞ്ഞത്. നിനക്കൊന്നും പറ്റിയില്ലല്ലോ, വണ്ടി ആകുമ്പോൾ തട്ടും മുട്ടും, അത് എൻ്റെ ഡയലോഗല്ല, അത് എൻ്റെ കൂട്ടുകാരൻ്റെ ഡയലോഗാണ്. നമ്മൾ പറയില്ല, നമുക്ക് കിട്ടിയതേ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ചേട്ടനെ പൊതുവെ ഭയങ്കര ശാന്ത സ്വഭാവ കാരണം, എന്താ പറയാ, ഭയങ്കര ഹാപ്പി ആണോ? ചൂടില്ലല്ലോ അല്ലേ?